ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വളരെ ഭംഗിയുള്ള മാക്രമേ മണ്ഡല മിറർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 4mm ട്വിസ്റ്റഡ് കോഡാണ്. ഇതൊരു ഗ്രേപ്പ് കളർ കോഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മിറർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതുപോലെയാണ് ഉണ്ടാകുക. ഇതിൽ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പൊരു മിററിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈ പ്രാവശ്യത്തെ മിററിനുള്ളത്. ഇതിൽ കുറച്ച് ബീഡ്സ് ഒക്കെ കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബീഡ്സ് ആഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ടൈപ്പ് മിററാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 12 ഇഞ്ചിൻ്റെ ഒരു എംബ്രോയ്ഡറി ഹൂപ്പ് വേണം. പിന്നെ 4mm ട്വിസ്റ്റഡ് മാക്രമേ കോഡുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സിംഗിൾ സ്ട്രാൻഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രേഡഡ് ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ മിററിന് എനിക്ക് കൂടുതൽ ഇഷ്ടം ട്വിസ്റ്റഡ് കോഡാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത്. എനിക്ക് ആ ട്വിസ്റ്റഡിൻ്റെ ടെക്സ്ചർ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ അങ്ങനെ റൂളൊന്നും ഇല്ല കേട്ടോ, ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതിനുശേഷം 1 മീറ്റർ ലെങ്ത്തുള്ള 6 കോഡുകൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ഓരോന്നായിട്ട് ഈ എംബ്രോയ്ഡറി ഹൂപ്പിലേക്ക് ലാക്സ് ഹെഡ് നോട്ട് വഴി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടുപ്പിച്ചടുപ്പിച്ച് വെക്കണം, ഗ്യാപ്പൊന്നും ഇല്ലാതെ, എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ 1 മീറ്റർ എടുത്തത്, എങ്ങനെയാണ് കോഡിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താലാണ് നമുക്ക് മനസ്സിലാകുക. അതല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാറ്റേൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് പിന്നെ ആദ്യത്തെ സെറ്റ് മാത്രം ഉണ്ടാക്കുക. ഒരു ഏകദേശം ഒരു അളവെടുത്ത് ചെയ്തു നോക്കുക. നമ്മളൊരു പാറ്റേൺ ഡിസൈൻ ചെയ്തിട്ട് ചെയ്തു നോക്കുക. അതിനുശേഷം ബാക്കിയുള്ളത് അതുപോലെ ചെയ്യാം. അപ്പോൾ അത് ചെയ്തതിന് ശേഷം മിഡിലുള്ള 2 കോഡ് വെച്ചിട്ട് സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതുപോലെ സ്ക്വയർ നോട്ട് കെട്ടിക്കൊടുക്കുക. ഇനി അതിനുശേഷം ഡബിൾ ഹാഫ് ഫിഷ് നോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് 2nd കോഡിനെയും അതേപോലെ 4th കോഡിനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 5th കോഡിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 3rd 4th വെച്ചിട്ട് നമ്മൾ സ്ക്വയർ നോട്ട് കെട്ടി. ഇനി 2nd അതേപോലെ തന്നെ 5th വെച്ചിട്ടാണ് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഒരു കോഡിന് ഡയഗണലായിട്ട് വെക്കുക, അതിനോടടുത്തുള്ള കോഡിന് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടി കൊടുക്കുക. ഇതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മിറർ ചെയ്യുന്ന സമയത്ത് ഈ എംബ്രോയ്ഡറി ഹൂപ്പ് നമ്മൾ വെക്കുന്ന സർഫസിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ മാസ്കിംഗ് ടേപ്പ് വെക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചാലും മതി കേട്ടോ അതിൻ്റെ പുറത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാനും കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചത്. അല്ലെങ്കിൽ ഞാൻ റൈറ്റിംഗ് പാഡിലോട്ടേക്ക് ഇതിനെ ഹോൾഡ് ചെയ്ത് വെക്കും, അപ്പോൾ അത് അവിടെ അടങ്ങി നിന്നോളും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. ഇനി ഇതേപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള കോഡും, അതായത് 4th കോഡ് എടുക്കുക. 4th കോഡിൻ്റെ ലാസ്റ്റ് കോഡിനെ ഡയഗണലായിട്ട് വയ്ക്കുക. അതിനുശേഷം ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. അതിൻ്റെ എൻഡിലെത്തിക്കഴിഞ്ഞാൽ മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഡയഗണൽ ടു ലെഫ്റ്റാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിന് ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുക. ഇത് ശ്രദ്ധിക്കണം, നിങ്ങൾ ഏതാണോ പാറ്റേൺ ഫോളോ ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ളതിലും ചെയ്യണം, ലെഫ്റ്റ് ആണെങ്കിലും റൈറ്റ് ആണെങ്കിലും. ഇനി ലാസ്റ്റത്തെ കോഡും അതേപോലെ ആദ്യത്തെ കോഡും വീണ്ടും സെയിം റിപ്പീറ്റ് സ്റ്റെപ്പ് തന്നെ ഡബിൾ ഹാഫ് ഫിഷ് നോട്ട് കെട്ടിക്കൊടുക്കുക. എനിക്ക് ശരിക്കും 3mm കോഡ് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. 4mmനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക എനിക്ക് 3M ചെറിയ കോഡ്സ് വെച്ച് ചെയ്യുമ്പോഴാണെന്നാണ് തോന്നിയിട്ടുള്ളത്. കുറച്ച് സമയമെടുക്കും, കാരണം നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു 5 എണ്ണം മതി സ്ഥലം ഫില്ലാവാനെന്ന്, മറ്റേലൊരു 6-7 എണ്ണമൊക്കെ വേണ്ടി വരും. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ എന്നാൽ കൂടെ കാണാനുള്ള ഭംഗി എന്ന് പറയുന്നത് 3mm ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. പിന്നെ ഞാൻ കൂടുതലും ഫ്രിഞ്ചസ് ഉള്ള ഡിസൈൻസ് ചൂസ് ചെയ്യാറില്ല. കാരണം അത് നമ്മൾ കോംബ് ചെയ്യണം, അതേപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമേ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ചിലർ ആ ഒരു ടൈപ്പ് വീഡിയോ ചെയ്യാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലും, പിന്നെ നമുക്ക് കസ്റ്റമേഴ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ച് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മിറേഴ്സ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡ് പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യുക.
ഇതിൻ്റെയും എൻഡിലെത്തി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഡയഗണലാക്കി വെച്ചുകൊണ്ട് ഡബിൾ ഹാഫ് ഹിച്ച് കെട്ടി കൊടുക്കുക. അപ്പോൾ ഒരു പാറ്റേൺ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു പാറ്റേൺ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ എത്ര ത്രെഡ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കും. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ വേറൊരു ഡിസൈൻ കൂടെ വെക്കുന്നുണ്ട് ഇതിൻ്റെ മിഡിലായിട്ട്. അപ്പോൾ ഇതിൽ കാണുന്ന പോലെ ബീഡ്സും അതേപോലെ ഈ ഒരു ഡിസൈനും കൂടെ അതിൻ്റെ ഇടയിൽ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റില്ല, 2 പാറ്റേൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കോഡ് ചിലപ്പോൾ 1 മീറ്ററിനേക്കാളും കൂടുതലൊക്കെ വേണ്ടി വരും. ഓരോരുത്തരും നോട്ടിൻ്റെ ടൈറ്റും അതേപോലെ ലൂസൊക്കെ അനുസരിച്ചിട്ട് കോഡിൻ്റെ ലെങ്ത്ത് മാറ്റം വരും കേട്ടോ. അപ്പോൾ ബീഡ്സ് ഞാൻ ആഡ് ചെയ്യുന്നത് ഇങ്ങനെ 2 പാറ്റേണിൻ്റെ ഇടയിലുള്ള മിഡിലുള്ള കോഡ് എടുക്കുക, 2 കോഡ് എടുക്കുക. അതിന് ഇതുപോലെ കുറച്ച് ലാർജ് ഹോളുള്ള ബീഡ്സ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കുന്നു. ചിലർ നീഡിലൊക്കെ വെച്ച് ചെയ്യാറുണ്ട്, പക്ഷേ വലിയ ഹോളുള്ളതാകുമ്പോൾ നമുക്ക് നീഡിലിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം അതിനോട് തൊട്ടടുത്ത് കിടക്കുന്ന കോഡ് എടുക്കുക, അതിനെ വെച്ചിട്ട് ഡബിൾ ഹാഫ് ഹിച്ച് കെട്ടി കൊടുക്കുക. അതായത് 3rd കോഡ്. 2nd കോഡിന് അതിലോട്ടേക്ക് ഡബിൾ ഹാഫ് ഹിച്ച് ചെയ്യുന്നു. ആദ്യത്തെ കോഡിൽ നമ്മൾ ബീഡ്സിലോട്ടേക്ക് വെച്ചു, 2ാമത്തെ കോഡിന് നമ്മൾ ഡബിൾ ഹാഫ് ഹിച്ച് കെട്ടാൻ വെച്ചു, 3ാമത്തെ കോഡാണ് ഡയഗണലായിട്ട് വെച്ചിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. സെയിം ഇതുപോലെ തന്നെ റൈറ്റ് സൈഡും ചെയ്യാം. 3rd കോഡ് എടുക്കുന്നു, ഡയഗണൽ ആയിട്ട് വെക്കുന്നു, 2nd കോഡ് എടുത്തിട്ട് ഡബിൾ ഹാഫ് ഹിച്ച് കെട്ടി കൊടുക്കുന്നു. അപ്പം ഇങ്ങനെയാണ് ബീഡ്സ് ആഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. ചിലർ ഇപ്പം ഇതല്ലാതെ വേറെയും മെത്തേഡിലൊക്കെ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്യാം. പിന്നെ നിറയെ ബീഡ്സ് വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് ബീഡ്സ് ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിററിൽ ഇങ്ങനെ ഒരു പാറ്റേൺ. പിന്നെ അന്ന് ചെയ്തതിൽ നിന്ന് ഡിഫറെൻറ്റ് പാറ്റേൺ വേണം എന്നുള്ള മിറർ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിലും അതേപോലെ തന്നെ അടുത്ത 5th കോഡ് എടുത്തിട്ട് ഡയഗണലായിട്ട് വയ്ക്കുക. അതിനുശേഷം ഡബിൾ ഹാഫ് ഹിച്ച് കെട്ടി കൊടുക്കുക 4th കോഡ് വെച്ചിട്ട്. ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ചെയ്യാം. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മിഡിലെത്തുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും ഡയഗണൽ ടു ലെഫ്റ്റ് അല്ലെങ്കിൽ ഡയഗണൽ ടു റൈറ്റ്, ഇതിലേതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തതിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. അതെനിക്ക് ത്രെഡിൻ്റെ കുറച്ച് ഷോർട്ടനായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഗ്യാപ്പൊന്നും ഇല്ലാതെ ചെയ്താൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും കാണാൻ. ആ വൈറ്റ് കളർ കാണാതെ ചെയ്യണം. നിങ്ങൾ ചെയ്ത വർക്ക്സിൻ്റെയൊക്കെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ അയച്ചു തരും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഫുൾ സെറ്റായിട്ട് ബീഡ്സും കാര്യങ്ങളൊക്കെ വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ തന്നെ കാണാനായിട്ട്. നിങ്ങൾക്ക് ഒന്നിലെ ഫ്രിഞ്ചസോട് കൂടി വയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ബാക്ക് സൈഡിലോട്ടേക്ക് എക്സ്ട്രാ വരുന്ന കോഡ്സിനെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ബാക്ക് സൈഡിൽ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പാണ് ഉള്ളത്. ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്തു. ഒരുപാട് ഷോർട്ടനാക്കാൻ പാടില്ല കട്ട് ചെയ്യണ സമയത്ത്. അതിനുശേഷം പിന്നെ ഈ നമ്മൾ കട്ട് ചെയ്ത പോർഷൻ ഉണ്ട്, അതിനെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഹോളിൻ്റെ ഇടയിലൊന്നും വരാത്ത രീതിയിൽ ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ അങ്ങനത്തെ ഡിസൈൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വേറെ പാറ്റേണൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതങ്ങനെ മൊത്തം ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് വ്യൂ. ബാക്ക് വ്യൂ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് സൈഡിൽ ഇത് ഇങ്ങനെ ഇപ്പോൾ ഗ്ലൂ ഒട്ടിച്ചതിൻ്റെ ഈ ഒരു അടയാളം എന്തായാലും ഉണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡ് ആകുമ്പോൾ പ്രശ്നമില്ലല്ലോ. ഇനി ഇവിടെയാണ് നമുക്ക് മിറർ ഒട്ടിക്കേണ്ടത്. മിറർ ഒട്ടിക്കാൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ അരാൾഡേറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ അരാൾഡേറ്റിൻ്റെ 2 ടൈപ്പ് അരാൾഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒന്ന് ക്ലിയറും 2 സ്റ്റാൻഡേർഡും. അതായത് ക്വിക്ക് അരാൾഡേറ്റ് 5 മിനിറ്റ് കൊണ്ട് സെറ്റാവുന്നതുകൊണ്ട് പിന്നെ അതിൽ കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലിയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെറ്റാവും. അപ്പോൾ വലിയ വർക്ക്സൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ വർക്ക്സിനാണെങ്കിലാണ് ഇത് നല്ലത്, പെട്ടെന്ന് ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മിറേഴ്സിന് യൂസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എടുത്താലും മതി. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന മിററിൻ്റെ സൈസും 12 ഇഞ്ച് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന്. താങ്ക് യു.